ഹായ് ഗൈസ്, 2019-20 കാലഘട്ടത്തൊക്കെ നമുക്ക് ഒരു ക്യാമറ പരിചയം ഉണ്ടായിരുന്നു. ഗോപ്രോന്നാണ് ക്യാമറന്റെ പേര്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ മതിയോ? അതെന്ന് വെച്ചാല് സ്റ്റെബിലൈസേഷൻ കാര്യത്തിൽ പക്ക 4K റെസൊല്യൂഷന് എന്താ പറയുക, വാട്ടർ പ്രൂഫും കാര്യങ്ങളും. അന്ന് 2019-20 കാലഘട്ടത്തൊക്കെ എന്താ പറയുക, യൂട്യൂബേഴ്സിന്റെ കണ്ണിലുണ്ണിയ ഒരു പ്രൊഡക്റ്റ് ഞാൻ കുറെ വാങ്ങാൻ ആഗ്രഹിച്ചിരുന്നു. പക്ഷെ വില കാരണം അതിന് പറ്റിയില്ല. ഇന്നും അതന്നെ. ഇന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഗോപ്രോ നമുക്ക് കാണാൻ തന്നെ കിട്ടുന്നില്ല. കാരണം എന്താ വെച്ചാൽ അതിന്റെ വില തന്നെ. കാരണം ഇത്ര നല്ല പ്രൈസ് വരുന്നുണ്ട്. ഓൾമോസ്റ്റ് ഇപ്പം തന്നെ ഒരു 50,000 രൂപ തന്നെ ഇപ്പോഴും ആ ഗോപ്രോക്ക് വരുന്നുണ്ട്. ഇപ്പോൾ ഇറക്കുന്നില്ല എന്നല്ല, അവര് കമ്പനി ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്, റൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ മാർക്കറ്റിൽ അവരെങ്ങാണ്ടി വലിയ വലിയ ബ്രാൻഡ് വന്നപ്പോൾ അവരൊന്ന് താഴ്ന്നുള്ള സത്യമാണ്. ഇപ്പൊ നമ്മൾ ഡിജി ഓസ്മോ വന്നിട്ടുണ്ട്, അതുമാതിരി തന്നെ എന്താ പറയാ Insta360 വന്നിട്ടുണ്ട്. ഇപ്പൊ എന്താ പറയുക, ഗോപ്രോനെക്കാട്ടും കുറച്ചുകൂടി ഹൈ ലെവലിൽ നിൽക്കുന്ന രണ്ട് ബ്രാൻഡാണ് ഡിജി ഓസ്മോ, അവര് Insta360 ഒക്കെ. പിന്നെ ഇവരെന്തുകൊണ്ട് ഡൗൺ ആയി പോയി ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ പ്രൈസും കാര്യങ്ങളൊക്കെ തന്നെയാണ്. പിന്നെ അപ്ഗ്രേഡും കാര്യങ്ങളും ഇപ്പോൾ അവർ ചെയ്യുന്നില്ല. എന്താ പറയുക, പണ്ടത്തെ ആ ഒരു ഓറ സൃഷ്ടിച്ച ആ ഒരു സംഭവം ഇപ്പോൾ അവർ കിട്ടുന്നില്ല. പിന്നെ ഇപ്പം എന്താ ആൾക്കാരെ വാങ്ങുന്നില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഇറങ്ങുന്ന ഫോൺ, സാംസങ് ആയിക്കോട്ടെ, ഐഫോൺ ആയിക്കോട്ടെ, വേറെ വിവോ ബ്രാൻഡ് ഏതായിക്കോട്ടെ, അതായത് ആ ഒരു ക്യാമറയിൽ കിട്ടുന്ന എല്ലാ കാര്യങ്ങളും നമുക്കിപ്പോ ഇറങ്ങുന്ന ഫോണിൽ കിട്ടുന്നുണ്ട്. പിന്നെ എന്തിനാ ആ ഒരു ക്യാമറ വാങ്ങണം എന്നുള്ള ചിന്ത ഇപ്പൊ എല്ലാവർക്കും. അതുകൊണ്ട് നമുക്ക് ആ ഒരു ഗോപ്രോ എന്ന് പറഞ്ഞ സാധനം എല്ലാവരും അവിടെ മറന്ന് അതിപ്പോ ബോക്സിലാക്കി പെട്ടിയിലേക്ക് ആൾ വെച്ചിട്ടുണ്ട്. അത് സത്യം പറഞ്ഞ 2019-20 കാലഘട്ടത്തൊക്കെ ആ ഒരു സംഭവം ഉണ്ടാക്കിയ ഒരു ഓറ, ഒരു വലിയൊരു ഓറ തന്നെയായിരുന്നു. ഞാൻ കുറെ ആഗ്രഹിച്ചിരുന്നു, പക്ഷെ വാങ്ങാൻ കിട്ടിയില്ല. അതിന്റെ വില കാരണം ഇപ്പോഴും നമ്മൾ നോക്കുകയാണെങ്കിൽ 50,000 രൂപ സാധനത്തിന് വില ഉണ്ട്.